ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ശനീശ്വരൻ നിങ്ങളെ വലിയ ധനവാനാക്കും. കോടീശ്വര തുല്യനായ രീതിയിൽ ശനി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. വലിയ സമ്പത്തും ഒക്കെ വന്നു ചേരും. ശനി കൊടുത്താൽ കൊടുത്തതാണ്, അത് അറിയാവുന്നവർക്കറിയാം. ശനി എടുത്താൽ എടുത്തതുമാണ്, കൊടുത്താൽ കൊടുത്തതുമാണ്. ശനി ഒരു ധർമ്മ ചിന്തയിൽ അനുഗ്രഹങ്ങൾ നൽകുന്ന, എന്നാൽ ശനിയുടെ അനുഗ്രഹമുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തകർച്ചകൾ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള അതുകൊണ്ടാണ് ശനിയെ ശനീശ്വരൻ എന്നാണ് പറയുന്നത്. ശനിക്ക് അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്. ശനി നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഉള്ള ആ പല കാര്യങ്ങളിലൂടെ നമ്മളെ ഇട്ട് ഓരോ ദുരിതങ്ങൾ തരുന്നതോടൊപ്പം നമ്മളെ ശുദ്ധീകരിക്കുകയും ശനി അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ അങ്ങനെ ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന വീട്ടിൽ ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കാര്യം, ലളിതമായ ഒരു കാര്യം, വലിയ കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല, വലിയ കാര്യമാണ്, പക്ഷേ ലളിതമായ രീതിയിലാണ് അത് ചെയ്യാവുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നുണ്ട്. ഏതൊരാൾക്കും എവിടെ ഇരുന്നും ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ഫ്ലാറ്റിലാണെങ്കിലും ചെയ്യാം, വിദേശത്തിരുന്നുകൊണ്ടും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ്. തൽക്ഷണം ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു രഹസ്യവിദ്യയാണ്. അതോടൊപ്പം ശനിയുടെ കുറേ രഹസ്യങ്ങളും പറയുന്നുണ്ട്. ഇത് ഏതൊരാൾക്കും ജീവിതത്തിൽ അറിയേണ്ട കാര്യമാണ്. കാരണം ശനി പിടിക്കാത്ത ആളുകളില്ല. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു സമയത്ത് ശനി ശനി പിടിക്കും എല്ലാവരെയും, മിക്കവാറും ഏതെങ്കിലും ഒരു സമയത്ത്. ഒന്നുകിൽ ആ ദശാകാലങ്ങളിലായിരിക്കാം, അതല്ലാത്തവർക്ക് ഏഴര ശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി, ഇങ്ങനെ ചാരവശാലാകാം. ഏതെങ്കിലും രീതിയിൽ ശനി പിടിക്കാത്ത ആളുകളില്ല. അപ്പം ആ ശനിയെക്കുറിച്ച് അറിയണം. അതിന് ചില രഹസ്യങ്ങളുണ്ട്, ശനിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യും. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരുടെയും ഒന്നും നോക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. പറ്റുന്നത് ഫ്രീ അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് ആവർത്തിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത്. ഇനി ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ശിവോഹം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ എത്ര തലമുറ കഴിഞ്ഞാലും എന്നും നിലനിൽക്കുന്ന, എന്നും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ വിദ്യയിലും അതിൻ്റെതായ ചില രഹസ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ശരനൂൽ രഹസ്യങ്ങൾ കാണും, അല്ലെങ്കിൽ ദിക്ക് സമുദായ രഹസ്യങ്ങൾ കാണും. അതെന്നും പ്രയോജനപ്പെടും, എത്ര തലമുറ കഴിഞ്ഞാലും ഉപകാരപ്പെടുന്ന കാര്യമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. ഒരാളെ ശനി പിടിച്ചോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അവരുടെ എല്ലാ കാര്യങ്ങളിലും കാലതാമസം നേരിടുക. അവർ പരമാവധി പരിശ്രമിച്ചാൽ പോലും ഏതൊരു കാര്യവും നടക്കുന്നില്ല, കാലതാമസം നേരിടുക. ശനി മന്ദണ്ണ, പതുക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ശനി ഏതൊരു കാര്യവും മന്ദഗതിയിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര ബുദ്ധിപരമായിട്ട് എത്ര ആലോചിച്ചു എന്തു ചെയ്താലും കാര്യം നടക്കാൻ തടസ്സമുണ്ടായി, കാലതാമസം ഉണ്ടാകും. അപ്പോൾ മിക്കവാറും ഏഴര ശനിയോ, കണ്ടകശനിയോ, അഷ്ടശനിയോ, ജന്മശനിയോ, അല്ലെങ്കിൽ ജാതകം അനുസരിച്ച് ശനിയുടെ ഏതെങ്കിലും ദശാകാലങ്ങളോ, അപകാരങ്ങളോ, ഛിദ്രങ്ങളോ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ആകാം, സാധ്യത വളരെ കൂടുതലാണ്. അപ്രകാരം ശനി പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങളുടെ കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തലയൊക്കെ തോർത്തിട്ട് മതി, വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനീ പറയുന്ന മന്ത്രം ജപിക്കുക. ശനി ഭഗവാൻ എല്ലാം നൽകും. വടക്കോട്ട് കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമ ശിവായ, അതിനുശേഷം ഓം നമോ ഭഗവതേ ശനീശ്വരായ, അത്രയും മതി, വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചേർക്കണ്ട. അത് കഴിഞ്ഞ് വീണ്ടും ഓം നമ ശിവായ, ഈ ക്രമത്തിൽ ജപിക്കണം.
ഈ ക്രമത്തിൽ ജപിക്കണം. വടക്കോട്ട് തിരിഞ്ഞ് വന്ന് ജപിക്കണം. അതിനകത്തൊക്കെ ചില രഹസ്യങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മുഴുവൻ കേൾക്കണം. ഇതിൻ്റെ അകത്ത് മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അറ്റവും മൂലം കേട്ടിട്ടൊന്നും ചെയ്യരുത്. ബാക്കി കാര്യങ്ങളിലൂടെ അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട 1-2 കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാനെന്നല്ല ആര് പറഞ്ഞാലും അറ്റവും മൂലം കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകുന്നത് മൊത്തം കേൾക്കണം. അപ്പോൾ ഓം നമ ശിവായ. കുളി കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് നോക്കി വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈകൾ കൂപ്പി ഓം നമ ശിവായ. അപ്പോൾ അവിടെ ഓം നമ ശിവായ എന്നല്ല ജപിക്കേണ്ടത്. ഓം നമ ശിവായ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഓം നമോ ഭഗവതേ ശനീശ്വരായ, അത്രയും മതി. അതിനുശേഷം ഓം നമ ശിവായ. അപ്പോൾ ആദ്യം ഒരു ഓം നമ ശിവായ, അത് കഴിഞ്ഞ് ഓം നമോ ഭഗവതേ ശനീശ്വരായ, അത് കഴിഞ്ഞ് ഓം നമ ശിവായ. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ആദ്യം ഒരു നമശിവായ ജപിച്ചു, പിന്നെ ശനിയുടെ മന്ത്രം ജപിച്ചു, പിന്നെ ഒരു നമശിവായ ജപിച്ചു, മതി. ഇത് രാവിലെ മാത്രം ചെയ്യുക. ഈ നമശിവായ എന്ന മന്ത്രം വടക്കോട്ട് നോക്കി ജപിച്ചാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. വടക്ക് ജപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോളുക, വടക്ക് കൈലാസം, ഭഗവാൻ അവിടെ ഉണ്ട്. ആ സങ്കല്പത്തിൽ വേണം ജപിക്കാൻ. അപ്പം അവിടെ നിന്നൊരു കണക്ടിവിറ്റി നമുക്ക് കിട്ടും. ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ആ ശനീശ്വരൻ നമ്മൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. മാത്രമല്ല നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് വേണ്ടതെല്ലാം നൽകും. വടക്കോട്ട് നോക്കി ഓം നമഃശിവായ ജപിച്ചാൽ നമ്മളുടെ എല്ലാ പാപങ്ങളും ശമിക്കും. മാത്രമല്ല നമ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നവർക്കറിയാം ശരിയായിട്ട് പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുവാനും കഴിവുള്ള അത്ഭുത മന്ത്രമാണ് നമഃശിവായ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ ആ സ്വരൂപമായ ഓംകാരം ചേർത്ത് ജപിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം തന്നെയാണ്, ഏറ്റവും അത്ഭുതകരമായ മന്ത്രം തന്നെയാണ് ഓം നമഃശിവായ. ഓം നമഃശിവായ നമ്മൾക്ക് അറിയാമെങ്കിലും അതിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പലർക്കും അറിയത്തില്ല. ഓം നമഃശിവായ എത്ര ഉഗ്രമൂർത്തികളുടെ മന്ത്രങ്ങൾ പിഴച്ചാൽ പോലും 108 1008 ഓം നമഃശിവായ ജപിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ്? അതിനപ്പുറത്തൊന്നുമില്ല. ഭഗവാന്റെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഏതിനും പരിഹാരമാണ്. വലിയ ഉഗ്രദേവതകളുടെ മന്ത്രങ്ങൾ പോലും പിഴച്ചു പോയാൽ ഓം നമഃശിവായ ഒരു 1008 ഒരു കണക്കിൽ ജപിച്ചാൽ മതി. അതിനൊക്കെ ഓരോ പ്രത്യേക കണക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഒരു അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പം അത്ര ശക്തിയാണ് ഓം നമഃശിവായയ്ക്ക്. ഓം നമഃശിവായ വടക്കോട്ട് നോക്കി കുളി കഴിഞ്ഞാലുടൻ തലതോർത്തി കഴിഞ്ഞ് വടക്ക് കൈലാസമാണെന്നും ആ ഭഗവാനെ അവിടെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ജപിച്ചാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുശേഷമാണ് ശനി മന്ത്രം ജപിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഓം നമഃശിവായ ജപിക്കുന്നു. നിങ്ങൾക്ക് ശനി നിങ്ങളെ തൊടത്തില്ല. മാത്രമല്ല ശനി നിങ്ങൾക്കെല്ലാം നൽകും. വലിയ സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, എവരിത്തിങ്. ഇനിയും അത് മാത്രമല്ല, ഇതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ച വൈകുന്നപാട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 10, 15, 20 രൂപയുടെ നെയ്വിളക്ക് അത് തെളിയിച്ചിട്ട് ഓം നമഃശിവായ ഭഗവാനെ നോക്കി ശ്രീകോവിലോട്ട് നോക്കി ഓം നമഃ ശിവായ എന്ന് ജപിച്ച് ഓം നമോ ഭഗവതേ ശനീശ്വരായ ഓം നമഃ ശിവായ എന്ന് ജപിച്ചുകൊണ്ട് നെയ്വിളക്ക് തെളിയിച്ച് അവിടെ വെച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച നൽകണേ, ജീവിതമാർഗം നൽകണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അത്ഭുതകരമായ സാമ്പത്തികം വരും. ഇത് ശനിയാഴ്ച വൈകുന്നപാടുകളിൽ ആവർത്തിക്കുക. ഇനി അതോടൊപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച വൈകുന്നപാടെ ഇതിൻ്റെ കൂടെ ഒരു 1/2 ലിറ്ററോ ഒരു ചെറിയ കുപ്പി എള്ളെണ്ണയും കൂടെ ഈ മന്ത്രം ജപിച്ച് നടക്കി വെക്കുക. ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, എനിക്ക് ജീവിതമാർഗം നൽകണേ എന്ന് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചിട്ട് ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ ശനീശ്വരായ, ഓം നമ ശിവായ. ഇത് ഭഗവാന്റെ ശ്രീകോവിലിലെ ക്ഷേത്രത്തിൽ എപ്പം മന്ത്രം ജപിച്ചാലും ഭഗവാന്റെ ശ്രീകോവിലോട്ട് നോക്കി വേണം ജപിക്കാൻ. അവിടെ വടക്കോട്ട് നോക്കിയൊന്നും ജപിക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ നോക്കി ജപിച്ചിട്ട് ഈ എള്ളെണ്ണ ഒരു 1/2 ലിറ്ററോ എത്രയെന്ന് വെച്ചാൽ ഒരു കുപ്പി എള്ളെണ്ണ കയ്യിൽ പിടിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത്, ഐശ്വര്യം ഒക്കെ നൽകണേ, എനിക്ക് ജീവിതമാർഗം നൽകണേ, രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ,
എന്ന് പറഞ്ഞ് നടക്കി വെക്കുക. അത് വെച്ച ശേഷം നെയ്വിളക്ക് പ്രത്യേകമായിട്ട് കത്തിച്ച് ഇതുപോലെ തന്നെ മന്ത്രം ജപിച്ച് സാമ്പത്തികം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. അപ്പോൾ നെയ്വിളക്ക് എപ്പം നടക്കി വെച്ചാലും പ്രത്യേകമായിട്ട് വെക്കണം, മറ്റു വഴിപാടുകളിൽ കൂടെ വെക്കരുത്. പ്രത്യേകമായിട്ട് വെച്ചു പ്രാർത്ഥിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒന്നിച്ച് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നെയ്വിളക്ക് പ്രത്യേകമായിട്ട് കത്തിച്ചാണ് വെക്കേണ്ടത്. ഇത് ശനിയാഴ്ചകളിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച മാത്രം എള്ളെണ്ണ കൊടുത്താൽ മതി. അല്ലാതെ സാധാ ശനിയാഴ്ചകളിലെല്ലാം നെയ്വിളക്ക് മാത്രം ശിവക്ഷേത്രത്തിൽ ഈ മന്ത്രം ജപിച്ച് ഇതുപോലെ ജപിച്ച് സാമ്പത്തികവും ഐശ്വര്യവും ഉയർച്ചയും നിങ്ങളുടെ രക്ഷയും എല്ലാം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. മാത്രമല്ല ശനി ഭഗവാൻ അപാരമായ സമ്പത്ത് നൽകും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച അയ്യപ്പന് ഒരു നെയ്യഭിഷേകം, നീരാഞ്ജനം, നെയ്വിളക്ക് ഇത്രയും ചെയ്ത് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുക. ഒരു അർച്ചനയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയും കൂടെ ആണെങ്കിൽ വലിയ ഐശ്വര്യങ്ങളുണ്ടാകും. ഭഗവാനെ എനിക്ക് ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ, രക്ഷപ്പെടുത്തണേ എന്ന് തന്നെ പറയുക. അത് മലയാള മാസം ആദ്യ ശനിയാഴ്ച രാവിലെ ചെയ്താൽ മതി. ഒരു മാസത്തിൽ 1 വീതം സാധിക്കുമെങ്കിൽ ചെയ്യുക, ഇല്ലേ മറ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്താലും മതി. വളരെ ഐശ്വര്യവും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ശനി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, ശനി പിടിച്ചാൽ പിടിച്ചതാണ്. ആരെയും ശനി പിടിക്കും. നിങ്ങൾ എത്ര ഒരു കഴിവുള്ള വ്യക്തിയാണേലും, എത്ര ബുദ്ധിയുള്ള വ്യക്തിയാണേലും, എത്ര സമ്പന്നനാണേലും, എത്ര അധികാരമുള്ള വ്യക്തിയാണേലും ശനി പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തില്ല എന്നുള്ളതാണ്. പെട്ടുപോകും. അതാണ് ശനിയുടെ ഒരു പ്രത്യേകത. ശനി ആ കർമ്മത്തിൻ്റെ ആ കർമ്മഫലം നൽകും, അനുഭവിപ്പിക്കും. അപ്പോൾ ഏതൊരാൾക്കും ശനിയുടെ പിടിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അനുഭവിച്ചവർക്കേ അറിയത്തുള്ളത് ശരിക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനി പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വരുമാനം തടസ്സപ്പെടും. ഏതൊരു കാര്യത്തിനും കാലതാമസം ഉണ്ടാകും. കാലതാമസം കാര്യതടസ്സം ഉണ്ടാകും. പെട്ടെന്നായിരിക്കും ഉള്ള കാര്യങ്ങൾ ഉള്ളത് പലതും നഷ്ടപ്പെടും. പെട്ടെന്ന് ജോലി ചിലപ്പം ഒരു താൽക്കാലികമായിട്ടെങ്കിലും നഷ്ടപ്പെടാം. നമ്മുടെ എല്ലാ സോഴ്സുകളും പതുക്കെ അടയും. അപ്പം നമ്മളൊരു ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. മാത്രമല്ല എന്തു ചെയ്താലും അതിലൊക്കെ ഒരു പ്രതിസന്ധികളുണ്ടാകും. ചിലർക്ക് കേസ്, വഴക്ക്, ജയിൽവാസം ചിലർക്കുണ്ടാകാം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ദുരിതങ്ങളെ, സാമ്പത്തിക ദുരിതങ്ങളെ, സാമ്പത്തിക ക്ലേശങ്ങളെ, വീട്ടിൽ കലഹങ്ങളെ, ജോലി നഷ്ടപ്പെടൽ, കടബാധ്യതകളെ, പലർക്കും പല രീതിയാണ്. ചിലർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളെ, പല കാര്യങ്ങൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പലർക്കും പല രീതികളാണ്. അപ്പം ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ ഡോക്ടറെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകണം. അതങ്ങനെ തന്നെ ചെയ്യുക. എങ്കിൽ പോലും ഇതുപോലെയുള്ള സാമ്പത്തിക ദുരിതങ്ങളെ ഒക്കെ, പല സാമ്പത്തികമായിട്ട് ദുരിതങ്ങളെ, അതുപോലെ തന്നെ ശനി പിടിക്കുമ്പോൾ ഒരു പ്രത്യേകത, നിങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ ശനി പിടിക്കുന്ന സമയത്ത് അത് പിടിക്കപ്പെടും. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത. ശനി പിടിക്കുന്ന സമയത്ത് അത് പൊങ്ങി വരും, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ശനി നമ്മളെ ഇട്ടുകൊടുക്കും. അപ്പം ചില ആളുകളെ ശനി തൊടത്തില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, ശനി അനുകൂലമാകാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തന്നു. ഇനിയും പറഞ്ഞുതരാം. ശനി കൃത്യനിഷ്ഠ ജീവിതത്തിൽ പാലിക്കുന്നവരെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ നിങ്ങളുടെ ജോലിക്ക് പോകുന്നു, കൃത്യം 9 മണിക്ക് തന്നെയാണ് നിങ്ങളെ ജോലി ആരംഭിക്കുന്നത്. അത് നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടെങ്കിൽ ശനി അവരെ അനുഗ്രഹിക്കും. ഞാൻ പറയുന്ന സത്യമായ കാര്യമാണ്. 2, നീല നിറം കൂടുതലായിട്ട് ധരിക്കുന്നവർക്ക് ശനിപ്രീതി ഉണ്ടാകും, അച്ചട്ടാണ്. 3, നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്താലും, ചെറിയ തൊഴിലായിക്കോട്ടെ വലിയ തൊഴിലായിക്കോട്ടെ, ഇപ്പോൾ ഒരു മുറ്റം തൂക്കുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസ് വൃത്തിയാക്കുന്ന ജോലി ആയിക്കോട്ടെ, ചെറുതോ വലുതോ എന്നല്ല, ഏത് ജോലി ചെയ്താലും ആ ജോലിയോടെ ആത്മാർത്ഥത, ശമ്പളത്തിന് ഉപരിയായിട്ടുള്ള ആത്മാർത്ഥത, അത് അങ്ങനെ കാണിക്കുന്നവരെ ശനി ഉയർത്തിക്കൊണ്ട് വരും. അവരാരാണേലും അവർക്ക് എന്നും തൊഴിലും കാണും. ശനി അവരെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും, സംശയം വേണ്ട. പിന്നെ അനുഷ്ഠാനങ്ങൾ, സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നവരെ ശനി അനുഗ്രഹിക്കും. അനുഷ്ഠാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണ സത്യസന്ധതയോടെ ആ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ച്
ചെയ്യുന്ന പൂജകളും മന്ത്രങ്ങളും നല്ല രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നവരെ ശനി അനുഗ്രഹിക്കും, കൈവിടത്തില്ല. പിന്നെ വൃദ്ധന്മാരെയും പ്രായമുള്ളവരെയും സഹായിക്കുന്നവരെ ശനി സഹായിക്കും. പിന്നെ ആശുപത്രിവാസം, ആശുപത്രിയിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ ശനി തീർച്ചയായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരും. നിരാലംബരെ ആരും ആശ്രയമില്ലാത്തവരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ശനീശ്വരൻ ആ വ്യക്തിയെ ഉറപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. അതുപോലെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. അവർക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി അവൻ ചെയ്യുന്ന തൊഴിലിന് ന്യായമായ കൂലി, സത്യസന്ധമായിട്ടുള്ള കൂലി, അവന് ഒരു കുടുംബമുണ്ട്, അവനും ജീവിക്കണം എന്ന രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന ഏതൊരു തൊഴിൽ ദാതാവിനെയും ശനി ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകത്തില്ല. ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ അവർ ജീവിക്കും. അതിനൊരു സത്യമുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നവരെ ശനി അനുഗ്രഹിക്കും. അത് പൂർണ്ണ മനസ്സോടുകൂടി സത്യമായ ഒരു പ്രാർത്ഥനയോടുകൂടി ആ ഒരു നല്ല ഒരു ഗുണം ഉണ്ടാകണം എന്നുള്ള ഒരു നല്ല ചിന്തയിൽ വസ്ത്രദാനങ്ങൾ ചെയ്താലും ശനി അനുഗ്രഹിക്കും. ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഒരാൾക്ക് എപ്പോഴാണോ ഒരു ആഹാരത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ നല്ല രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അവർ പറയാതെ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവരെയും ശനി ഉയർത്തിക്കൊണ്ടുവരും. ഇനിയും അതോടൊപ്പം ശനിയാഴ്ചകളിൽ അന്നദാനം ചെയ്യുക, ശനിപ്രീതി ഉണ്ടാകും. ഇനിയിപ്പം ഒരാൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾക്ക് വിശക്കുന്നു, ശനിയാഴ്ച ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് അവരെ സഹായിക്കുന്നവരെ ശനി ഉയർത്തിക്കൊണ്ടുവരും. പിന്നെ ശനിയാഴ്ചകളിൽ അന്നദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശനിയാഴ്ചകളിൽ മാത്രമേ നല്ല കാര്യം ചെയ്യാവുള്ളൂ എന്നതിന് അർത്ഥമില്ല. എപ്പോഴും അർഹമായവർക്ക് എന്നു വേണേലും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന നല്ലതാണ്. ശനി അവരെ ഉയർത്തിക്കൊണ്ടുവരും. പിന്നെ ഈ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഇപ്പോൾ ഒരു ഓഫീസറാണ്, ചിലപ്പോൾ അയാൾ ഒന്ന് റൂം ക്ലീൻ ചെയ്യുക, അപ്പോൾ ചിലർക്കൊക്കെ ഒരു മോശമായിട്ട് തോന്നുന്നു. പക്ഷേ ആ താഴ്ന്ന രീതിയിലേക്ക് ഇറങ്ങി വന്ന് ജോലി ചെയ്താൽ അവരെ ശനി ഉയർത്തിക്കൊണ്ടുവരും, ഒരു സംശയം വേണ്ട. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഹോട്ടലിൻ്റെ മുതലാളിയാണ്. ആ മുതലാളിക്ക് വളരെ കച്ചവടമുള്ളൊരു ഹോട്ടലാണ്. അയാൾക്ക് അവിടെ ക്യാഷ്യർ ഇരുന്നാൽ മതി. പക്ഷേ അയാൾ തൊഴിലാളികൾക്കൊപ്പം ചേരുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്നു, അവരുടെ പല ആവശ്യങ്ങൾക്കും അയാൾ അല്ലാതെ പൈസ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു കൊച്ചിനെ കെട്ടിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആശുപത്രി കേസുകെട്ടിനൊക്കെ അല്ലാതെയും പൈസ കൊടുത്ത് സഹായിക്കുന്നു. പിന്നെ ഈ ഹോട്ടൽ മുതലാളി തന്നെ ചിലപ്പം ഈ പിന്നെ ആളുകൾ ഇരിക്കുന്നിടത്തെ ആ മേശയൊക്കെ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അവനവൻ്റെ ജോലി മാത്രമല്ല, ഇച്ചിരി താഴേക്കേലും ഈ താഴ്ന്ന നിലവാരത്തിലുള്ള തൊഴിലിലേക്കും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ശനി ആ വ്യക്തിയെ താഴോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അയാൾക്ക് വലിയ അഭിവൃദ്ധി നൽകുക, അയാളെ സാമ്പത്തികമായിട്ട് നല്ല നില ഉയർത്തും. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ശനിയുടെ. നമ്മൾ ഇപ്പം ശനിപ്രീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോലിയും ചെറുതാണെന്ന് കരുതി മാറി നിൽക്കരുത്. ഇങ്ങനെ ഈ ചിലപ്പം താഴ്ന്ന നിലവാരത്തിലുള്ള ചില ജോലികൾ ചെയ്യേണ്ടതായി വരാം. ചിലപ്പം ചിലരെ നമ്മൾ ചില സാധനങ്ങൾ ചുമ്മിക്കൊണ്ട് സഹായിക്കേണ്ടതായിട്ട് വരാം. ഇതൊക്കെ ചെയ്താൽ നമ്മളൊന്ന് താഴേക്ക് മനസ്സുകൊണ്ട് ഇറങ്ങിയാൽ, മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ ശനി ആ വ്യക്തിയെ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരും. വലിയ നല്ല സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നല്ല ഐശ്വര്യങ്ങളിൽ അല്ലെങ്കിൽ നല്ല ജീവിത ഉയർച്ചയിലേക്ക് കൊണ്ടുവരും, സംശയം വേണ്ട. അപ്പം ഇങ്ങനെ ശനിക്ക് ചില രഹസ്യങ്ങളുണ്ട്. മാത്രമല്ല ഈ അവധൂതന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ നിങ്ങൾ ശനിയാഴ്ചകൾ പോകണം. ശനിയുടെ അനുഗ്രഹം കിട്ടാനാണ്. ശനിയാഴ്ചകൾ പോയി അവധൂതന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം ശിവപ്രഭാകര സിദ്ധയോഗി ആയിക്കോട്ടെ, പൂന്തുറ തക്കലസ്വാമി ആയിക്കോട്ടെ, വട്ടിസ്വാമി ആയിക്കോട്ടെ, അങ്ങനെയുള്ള നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഒരുപാട് അവധൂതന്മാരുടെ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ 2-3 പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും സ്മരിച്ചുകൊണ്ട്, എല്ലാവരുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ധാരാളം അവധൂതന്മാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈശ്വര സങ്കല്പത്തിൽ ആ സമാധിയായ അവധൂതന്മാർ അവർ അങ്ങനെയുള്ള മണ്ഡപങ്ങളിൽ പോയി ശനിയാഴ്ച പോകണം. അവിടെ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഒരു ദക്ഷിണ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പോലെ 51 101 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പോലെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുക. അവിടെ അവർക്ക് അതിനൊരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഒരു സമർപ്പണം, വസ്ത്രം,
ഒരു സെറ്റുമുണ്ടോ ഒരു വസ്ത്രവും കൂടെ അവിടെ സമർപ്പിക്കുക. എഴുതി വെച്ചു, ആ വ്യക്തിയെ ശനി തൊടത്തില്ല. ശനി ഏറ്റവും ഉയർച്ചയെ കൊണ്ടുവരും, ഒരു സംശയം വേണ്ട. ഇനിയും നിങ്ങൾ ഒരു ടിൻ നെയ്യും കൂടെ അവിടെ അവധൂത സമാധിയിൽ സമർപ്പിച്ച് നോക്കിക്കേ, വലിയ സാമ്പത്തികം ഉണ്ടായി വരും. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനത്തെ ചില രഹസ്യങ്ങളാണിതല്ല. അപ്പോൾ അത് ജീവിതത്തിൽ ശനി അനുഗ്രഹിച്ചതാണ്. അതുപോലെ ശനിദശയുള്ള സമയങ്ങളിൽ, അല്ലെ കണ്ടകശനി ആയിക്കോട്ടെ, ഏഴര ശനി ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഗോചരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയങ്ങളായിക്കോട്ടെ, ശനിയുടെ ഒരു സ്വാധീനമുള്ള സമയങ്ങളിൽ വീട് പണിയൊക്കെ ചിലപ്പോൾ വീട് പണി നടക്കാം, കല്യാണം നടക്കാം, വാഹനം വാങ്ങാം, വിദേശവാസം നടക്കാം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കും, ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് ശനി നിങ്ങൾക്ക് ജാതകത്തിലും വളരെ അനുകൂലമല്ലാതെ നിൽക്കുകയാണെങ്കിൽ, ജാതകത്തിൽ നല്ലതായിട്ട് നിന്നാൽ വലിയ ദോഷം ചെയ്യത്തില്ല, ഗോചരത്തിൽ നല്ലതായിട്ട് വരികയും ജാതകത്തിൽ നല്ലതായിട്ടാണെങ്കിലും ഏറ്റവും ഗുണം ചെയ്യും. ഇനി ഗോചരത്തിൽ മോശമായിട്ടാണെങ്കിലും ജാതകത്തിൽ നല്ലതായിട്ടാണെങ്കിലും വലിയ ദോഷം ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ ദോഷം മൊത്തം ദോഷമാണെങ്കിൽ പോലും ശരിയാക്കാനുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. ഇനിയും ഈ ശനി സമയത്ത് ശനി പിടിക്കുമ്പോൾ, അല്ലെ ശനി ദശയിലോ അല്ലെ ഏഴര ശനി സമയത്തോ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ ഒരു വീട് പണി തുടങ്ങുമെന്ന് വിചാരിക്കുക. ആ സമയത്ത് വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, വീട് വാങ്ങല്, വിൽക്കല്, വിദേശവാസം, വാഹനം വാങ്ങുക, കല്യാണം എല്ലാം നടക്കാം. നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കാം കേട്ടോ. ഏഴരശനി, കണ്ടകശനി, ജന്മശനി ഈ സമയത്തങ്ങളൊക്കെ നടക്കാം. അപ്പം ശനി ഒരു മോശം തന്നെ. നിങ്ങൾ ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അങ്ങനെ തന്നെയല്ല, നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കാം ശനിയുടെ സമയങ്ങളിൽ. എന്നാൽ ചിലരായിട്ട് വട്ടം ചുറ്റിക്കുകയും ചെയ്യാം, ഉള്ളതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യാം. അങ്ങനെ അനുഭവങ്ങളും ഉണ്ടാകാം. അപ്പം ഈ ശനി കർമ്മം, ശുദ്ധമായ കർമ്മം, നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന കർമ്മമുള്ളവരെ ഉപദ്രവിക്കത്തില്ല. അവർക്ക് എല്ലാ ഉയർച്ചയും നൽകും. ഇനിയും ഒരു ഏഴരശനി അല്ലെ കണ്ടകശനി സമയത്ത് ഒരു വീട് പണി നടക്കും. വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ തീരാൻ ബുദ്ധിമുട്ട് വരും. അതാണ് അതിനകത്തൊരു കുഴപ്പം. നീണ്ടു പോകും, കാലതാമസം ഉണ്ടാക്കും ശനി കാലതാമസം ഉണ്ടാക്കും. എന്നാൽ നിങ്ങൾ അത് പഠിച്ച പണി 18 നോക്കിയിട്ടും പിന്നെ വീട് പണി നീണ്ടു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഞാനീ പറഞ്ഞതിൽ ആ വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. പേരപണിയും നടക്കും, എല്ലാം നടക്കും, എല്ലാ തടസ്സവും പോകും. ശനി നിങ്ങളെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശനി ഏറ്റവും ആത്മീയത നൽകുന്ന ഒരു ഗ്രഹവും കൂടിയാണ് ശനി. വ്യാഴം മാത്രമല്ല, ശനി ആത്മീയത. വ്യാഴത്തിൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇപ്പം കാഷായ വസ്ത്രം, അങ്ങനെയുള്ള വസ്ത്രധാരണം, പിന്നെ പ്രഭാഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വ്യാഴത്തിൻ്റെ ഒരു ആത്മീയത കൊണ്ട്. ശനിയുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരൂടെ ആത്മാവിൽ, അതായത് അഷ്ടാംഗ യോഗങ്ങൾ, ഇപ്പം സമാധി, ധ്യാനം, ധാരണ, പ്രത്യാഹാരം, അങ്ങനെയുള്ള യമനിയമങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന, നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തുന്ന ആഴത്തിലുള്ള ആത്മീയതയാണ് ശനിയെ കൊണ്ട് നൽകുന്നത്. ഇപ്പോൾ യമനിയമങ്ങളൊക്കെ പാലിക്കാൻ സാധിക്കുന്നവർക്ക് ശനി അനുകൂലമാണേലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ശനി ശരിയായ ആത്മീയത തരുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ ആത്മസാക്ഷാത്കാരം നൽകുന്ന ഗ്രഹം തന്നെയാണ് ശനി. അപ്പോൾ അതുകൊണ്ടാണ് ശനീശ്വരൻ എന്നാണ് പറയുന്നത്. ഈശ്വരൻ എന്ന് ചേർത്താണ് പറയുന്നത്, ശനീശ്വരൻ. അപ്പോൾ ഇതൊക്കെ ശനിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. കൈരേഖയിലാണേലും ഗ്രഹനിലയിലാണേലും സംഖ്യാജ്യോതിഷത്തിലാണേലും. ഇപ്പം ഗ്രഹനിലയിലാണെങ്കിൽ ശനി ഈ ത്രികോണഭാവങ്ങളിൽ സ്വക്ഷേത്രമായിട്ടോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതായിട്ട് ഞാൻ നിരവധി ഗ്രഹനിലകളിൽ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അനുഭവം പറയണം, വലിയ രാജകീയമായ രീതിയിലുള്ള ജീവിതം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. എൻ്റെ മുന്നിൽ നോക്കാൻ ഇരുന്നവരുടെ അനുഭവങ്ങൾ രാജകീയമായി ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശനി ത്രികോണങ്ങളിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുന്നവർ വലിയ സമ്പൽ സമൃദ്ധിയിൽ രാജകീയമായിട്ട് തന്നെ റോയൽ ലൈഫ് എന്ന് തന്നെ പറയാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ശനി പിഴച്ചു നിൽക്കുന്നവരെ, ശനി ദുസ്ഥാനങ്ങളിൽ നിൽക്കുക, ശനിയുടെ കൂടെ രാഹു വരുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ശനി രാഹു യോഗമുള്ളവർക്ക് ശനി രാഹു യോഗം. അപ്പം ഇതൊക്കെ അപ്പം ഇതിനെല്ലാം ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ സംഖ്യാജ്യോതിഷമാണെങ്കിൽ 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവർ മാസം ഏതായാലും
ഈ തീയതികൾ ജനിച്ച ഒരു ശനി സ്വാധീനം ഉള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. ഇവർക്ക് ജീവിതത്തിൽ ശനിയുടെ സ്വാധീനം ഉടനീളം ഉണ്ടാവും. അപ്പോൾ ഇവർ കൃഷ്ണനെ, ഭഗവാൻ കൃഷ്ണനെ, ശിവഭഗവാനെ, ഭദ്രകാളിക്ക് ചില വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഭഗവാനെ വണങ്ങി ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ 1-ാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന് ഒരു പാൽപ്പായസമോ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വ്യാഴാഴ്ചകൾ ആവർത്തിക്കണം, 1-ാം തീയതികൾ ആവർത്തിക്കണം. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ നൽകിയാൽ വളരെ നല്ലതാണ്. ഭദ്രകാളിക്ക് പക്കനാളിനും കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും നൽകിയാൽ നല്ലതാണ്. ഇതൊക്കെ ശനി വളരെ അനുകൂലമായിട്ട്. പിന്നെ ശിവന് ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് അച്ചട്ട ശനി ജീവിതം മാറ്റും. ഇതൊക്കെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവർ ശനി സ്വാധീനം ഉള്ളവരാണ്. ശനിയുടെ സ്വാധീനം കൂടുതലായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെപ്പോഴും ഇവരുടെ ജീവിതത്തിലേക്ക് ഈ 4 ജന്മസംഖ്യ ഉള്ളവരുമായിട്ട് വളരെ ഇവരുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരാം. 4, 13, 22, 31 ഇവരുമായിട്ടൊക്കെ കൂടുതൽ സ്വാധീനം ഉണ്ടാകാം. അല്ലെങ്കിൽ 4 നമ്പരുമായിട്ട് കൂടുതൽ സ്വാധീനം ഉണ്ടാകാം. മാത്രമല്ല ഇവരുടെ ജീവിതത്തിലെ കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കണം. ശനി സ്വാധീനം ഉള്ളവർ പ്രത്യേകിച്ച് 26-ാം തീയതി ജനിച്ചവർക്ക് മറ്റുള്ളവരെക്കാൾ ഇപ്പം 8, 17, 26 അതിൽ 26-ന് അല്പം കൂടുതൽ കൂട്ടുകെട്ട് കൂടുവാനും തെറ്റായ ചില കൂട്ടുകെട്ടിലേക്കൊക്കെ പോകാനുള്ള പ്രവണത കൂടുതലാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ചിലർക്കെങ്കിലും. അതുപോലെ ഒരു മറ്റുള്ളവർ ചെയ്യുന്നതിന് വിപരീതമായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതുപോലെ ഒരു ആവശ്യമില്ലാത്ത ചില സുഹൃത്ത് ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, റിലേഷൻസ്, ഒരു നല്ല രീതി അല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസികളെ കൂടുതലാണ്. അപ്പോൾ അതിനെല്ലാം കൃഷ്ണപ്രീതി, ഈ ശിവനെ പറഞ്ഞ കാര്യം, ഭദ്രകാളിക്ക് കടുംപായസം രക്തപുഷ്പാഞ്ജലി വെള്ളിയാഴ്ചയും പക്കനാളിനും ഒരു കുഴപ്പമില്ല. കാരണം കൃത്യം അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഭദ്രകാളിയൊക്കെ പിടിച്ചെടുത്ത് നിൽക്കും. പിടിച്ചെടുത്ത് ആ കാലദോഷത്തെ പിടിച്ചു നിർത്തും ഭദ്രകാളി. ഏത് ശനിദോഷമൊന്നുമല്ല, ഏത് ദോഷത്തെയും പിടിച്ചെടുത്ത് ഭദ്രകാളി നിർത്തും. ഭദ്രകാളിക്ക് അപ്പുറത്തൊന്നുമില്ല. ഇപ്പം നമ്മളാണെങ്കിലും ശിവവിദ്യ അല്ലെങ്കിൽ യോഗവിദ്യ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭദ്രകാളിയെ വണങ്ങിയിട്ടേ ചെയ്യത്തുള്ളൂ. ഭദ്രകാളിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ജ്ഞാനത്തിൻ്റെ, ഇച്ഛാശക്തിയുടെ, ക്രിയാശക്തിയുടെ, ജ്ഞാനശക്തിയുടെ എല്ലാം ഭദ്രകാളിയമ്മയിലാണ് ഇരിക്കുന്നത്. അതുപോലെ ശിവഭഗവാനുള്ള വഴിപാടുകൾ, പെട്ടെന്ന് ശനിപ്രീതി ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒരാളുടെ ഗ്രഹനിലയിൽ അയാൾക്ക് ലഗ്നാധിപൻ ശനിയാകുക, അല്ലെങ്കിൽ അഷ്ടമാധിപൻ ശനിയാകുക, അല്ലെങ്കിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുക, ശനിയുടെ സ്വാധീനം കൂടുതലായിട്ടുണ്ടാകുക ഇവരുടെ ജീവിതത്തിൽ. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് അഷ്ടമാധിപനായിട്ട് ശനി വരുന്നവർക്ക് കൂടുതൽ ശനിയുടെ ഒരു സ്വാധീനം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഗ്രഹനിലയിലാണേലും സംഭവിക്കാം. ഇനിയും കൈരേഖയിലാണെങ്കിൽ നടുവരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം. അത് സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈ, പുരുഷന്മാർക്കാണെങ്കിൽ വലത് കൈ. അപ്പോൾ ഈ നടുവരലിന് താഴെയുള്ള പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ട് ചിന്തിക്കണം, സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ട് ചിന്തിക്കണം. അപ്പം നടുവരലിന് താഴെയുള്ള ഭാഗം ശനിമണ്ഡലമാണ്. ഈ ശനിമണ്ഡലത്തിൽ ക്രോസ് ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് അപകടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. അതുപോലെ യാത്രകളൊക്കെ ശ്രദ്ധിക്കണം, വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ. ഇനി ആ ശനിമണ്ഡലത്തിൽ ഒരു നേർരേഖയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായി വരും. ഇനി ആ ശനിമണ്ഡലത്തിന് കുറുകെ നിവർന്നല്ലാതെ ആ മണ്ഡലത്തിന് കുറുകെ ആ ഒരു രേഖയാണെങ്കിൽ വളരെ പ്രതിസന്ധികളിലൂടെ ആയിരിക്കും ജീവിതം കടന്നു പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. ശനിമണ്ഡലം എന്ന് വെച്ചാൽ ഹസ്തരേഖയിൽ ഒരാളുടെ അനുഭവം, അയാൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി, അത് പ്രയോഗിക്കാനുള്ള ബുദ്ധി, അയാളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം ശനിമണ്ഡലം കൊണ്ട് ചിന്തിക്കാം. ശനി അനുകൂലമാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇനി ശനിമണ്ഡലം വളരെ താഴ്ന്ന രീതിയിലാണെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത ഏകാന്തതയായിരിക്കും, ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏകാന്തത ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇങ്ങനെ മാത്രമല്ല, ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ പരിശോധിച്ചിരിക്കുന്നു. അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. ഈവൻ സയൻറ്റിസ്റ്റുകൾ പോലെയുള്ള അതായത് ഒരുപാട് പ്രൊഫസർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളെ അല്ലെങ്കിൽ
എല്ലാ തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ എത്രയോ വർഷങ്ങളായിട്ട് താഴ്ന്ന, അതായത് യാചകന്മാരുടെ തൊട്ട് ഏറ്റവും ഉയർന്ന രീതിയിൽ ജോലി ചെയ്യുന്നവരുടെ വരെ കൈരേഖ പലപ്പോഴും എനിക്ക് പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 10 വർഷങ്ങൾ കൊണ്ട് ഞാൻ അതിൽ കൂടെ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ശനിമണ്ഡലത്തിന് താഴെ ബുദ്ധിരേഖ വളഞ്ഞു കാണുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തകർച്ച ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ ഉടനെ കൊടുക്കുന്ന പരിഹാരം, കൃഷ്ണൻ ഇന്ന കാര്യം ചെയ്തോളാൻ പറയും. പിന്നെ ഭദ്രകാളിക്കും ശിവനും ചില കാര്യം പറഞ്ഞു കൊടുക്കും. ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകും. അവർ നല്ലതായിട്ട് ജീവിതത്തിൽ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഈ ശനിമണ്ഡലത്തിന് താഴെ ബുദ്ധിരേഖ വളവോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് കൂട്ടുകാരായിരിക്കും. ഇവരെന്തിനാ ജീവിക്കുന്നത്, എന്തുവാ ചെയ്യുന്നത് പോലും അറിയത്തില്ല. കൂട്ടുകാർ പറയുന്ന പോലെ അങ്ങ് പോകും. അതിൻ്റെ അകത്ത് ചില മദ്യലഹരികളൊക്കെ കാണും, അല്ലെ വഴക്കുകളൊക്കെ ആയിട്ടങ്ങ് പോകും. അല്ലെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും, ഒരു ലക്ഷ്യബോധം കുറവായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ശനിമണ്ഡലത്തിന് താഴെ ഹൃദയരേഖയിൽ ചെറുരേഖകൾ ധാരാളം കുറുകെ കണ്ടു കഴിഞ്ഞാൽ ശിവന് മൃത്യുഞ്ജയാർച്ചന, ജലധാരയൊക്കെ ചെയ്യുന്ന നല്ലതാണ്. പ്രതിസന്ധികൾ ഒരുപാട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇനി ശനിമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ അല്ലെങ്കിൽ വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചില പ്രവർത്തികളിലേക്ക്, തെറ്റുകളിലേക്ക് പോകാനും കേസും വഴക്കും ഒക്കെ ഉണ്ടാകാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള നിരവധി ആളുകളുടെ ഈ കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ തരത്തിലുള്ള ആളുകളുടെ, ഒരുമാതിരി പല തരത്തിലുള്ള ആളുകളുടെ കൈരേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശനി എന്ന് പറഞ്ഞ ഒരു പ്രധാന ഒരു ഘടകമാണ്. ശനി എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞ ഗ്രഹം ജീവിതത്തിലെ വളരെ പല കാര്യങ്ങളെയും തകിടം മറിക്കുന്ന, അല്ലെ നിയന്ത്രിക്കുന്ന, അല്ലെ ഉയർത്തിക്കൊണ്ട് വരാനും ഒക്കെ ശക്തിയുള്ള ഒരു ഗ്രഹം തന്നെയാണ്. അപ്പോൾ ശരിയായിട്ട് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഇനി ശനി സൂര്യദൃഷ്ടിയുള്ളവർ നല്ലതാണ്, ജീവിതത്തിൽ ഗുണം ചെയ്യും. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വീട്ടിലെപ്പോഴും അലൂഹ്യവും കലഹവും ഒക്കെ ഉണ്ടാക്കും. ഞാനോ വലുത് നീയോ വലുത്, അച്ഛനുമായിട്ടൊക്കെ ആയിരിക്കും എപ്പോഴും പ്രശ്നം. പക്ഷെ അത് പിന്നീട് ഉയർച്ച നൽകും. ഭയങ്കര ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യും അവിടെ. അതുപോലെ ശനി ഈ ബുധൻ്റെ രാശിയിൽ നിന്നാൽ അവർക്ക് ഈ കണക്കെ അതുപോലുള്ള കാര്യങ്ങളെ ഒക്കെ ചെയ്യാനുള്ളൊരു കഴിവ് കാണും. പക്ഷെ ശനിയുടെ കൂടെ സർപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം തകിടം മറിയും. ശനി സർപ്പയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചന്ദ്രശനി യോഗം, ഇതെല്ലാം പൊതുവായിട്ട് പറയുന്ന ഫലങ്ങളാണ് കേട്ടോ. ഒരാളുടെ ആക്യുറേറ്റായിട്ട് അയാളുടെ ഗ്രഹനില ജനിച്ച സമയം വെച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ കൃത്യമാകുന്നത്. ഞാൻ പൊതുവായിട്ട് പറയുന്നത് ചന്ദ്രശനി യോഗം. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്, ശനി ദുരിതകാരകനാണ്. ചന്ദ്രന് ശനിയോഗം വരുമ്പോൾ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു അനുകൂലമല്ലാത്ത രാശി കൂടെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ദോഷം ചെയ്യുക. ചന്ദ്രശനി യോഗം വരുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാകാം. അതായത് ചിലർക്ക് ചിലപ്പം തങ്ങളെക്കാട്ടിൽ പ്രായം കൂടിയ ആളുകളെ, ഇപ്പം ഒരു 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 പുരുഷനാണെങ്കിൽ ചില പ്രായത്തിൽ കൂടിയ സ്ത്രീകളോടായ ചെറിയൊരു താല്പര്യം തോന്നാം. നേരെ തിരിച്ചും നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഉണ്ടാകണമെന്ന്, ചിലർക്കെങ്കിലും ഇത് ഉണ്ടാകുന്നതായിട്ട് പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് നല്ലതെന്ന് വിചാരിക്കാൻ ഓപ്പോസിറ്റായിട്ടുള്ള ചില ചിന്താഗതികൾ ചന്ദ്രശനിയോ ഉള്ളവർക്ക് ചിലർക്കെങ്കിലും, എന്നുവെച്ചാൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നതിന് അർത്ഥമില്ല കേട്ടോ, ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല, ചിലർക്കെങ്കിലും ചിലപ്പം അങ്ങനെ ടെൻഡൻസികൾ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ചന്ദ്രശനി യോഗം ഉള്ളവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ആത്മീയത ഉണ്ടായി വരും. അതതിൻ്റെ അകത്തെ രസം. അവർക്ക് ആത്മീയ കാര്യങ്ങളോട് ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ താല്പര്യം വരാം. എന്നാൽ ചില സമയങ്ങളിൽ അവർക്ക് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളിൽ ചെന്ന് ചാടാനും സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകാം. ഇതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല എൻ്റെ അർത്ഥം. ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുക പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ശനി എന്ന് പറഞ്ഞ ഗ്രഹം, ആ ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. ശനി 3-ൽ നിൽക്കുന്നത് ഇഷ്ടരാശിയാണെങ്കിൽ വളരെ നല്ലതാണ്, വലിയ ഉയർച്ച ഉണ്ടാകും. ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ശനി ത്രികോണത്തിൽ പ്രത്യേകിച്ച് 9-ൽ ഇഷ്ടരാശിയായ ഉച്ചരാശിയായിട്ട് നിന്നാൽ രാജകീയമായ റോയൽ ലൈഫ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഗ്രഹത്തെ കൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും
മറ്റ് ഗ്രഹസ്ഥിതികളും കൂടെ അവിടെ പരിശോധിക്കണമെങ്കിൽ പോലും ഞാൻ സാമാന്യമായി പൊതുവായി പറഞ്ഞതാണ്, പൊതുവായിട്ട് പറഞ്ഞതാണ്. മറ്റു ഗ്രഹസ്ഥിതികളിലൂടെ ആശ്രയിച്ചിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയുള്ള ചില ഗ്രഹസ്ഥിതികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അതിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിൽ തന്നെ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശനി പൂർണ്ണ ഗുണം ചെയ്തത്. അപ്പം ഇങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ, ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ഇനിയും ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ പരിശോധിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഒന്നുമല്ലാതെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ഏറ്റവും സമ്പത്തിലേക്ക് വന്നവരുടെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അനുഭവിക്കാവുന്നെല്ലാം അനുഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ഉയർച്ചയിലേക്ക് വന്നവരുടെ അങ്ങനെയുള്ളവരുടെയും കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. വലിയ ഉയർച്ച വന്നിട്ട് താഴ്ന്ന പോയവരുടെയും പരിശോധിച്ചിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം ഏറ്റവും ദുരിതങ്ങൾ അനുഭവിച്ച് ചെറുപ്പകാലത്തും ജീവിതത്തിൻ്റെ മധ്യകാലത്തുമൊക്കെ അനുഭവിച്ച് പിന്നീട് ഉയർച്ചയിലേക്ക് വന്നവരുടെ കൈരേഖകളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭാഗ്യരേഖ അല്ലെങ്കിൽ വിധിരേഖ നല്ല രീതിയിൽ ശനി മണ്ഡലത്തിൽ എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരുടെ കൈരേഖ പരിശോധിക്കുമ്പോൾ പറയും, എനിക്ക് സന്തോഷമുണ്ട് പറയാൻ, നിങ്ങൾ രക്ഷപ്പെടും. ഇന്ന കാര്യങ്ങളോട് ചെയ്താൽ അത് കുറച്ചുകൂടി പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരും. കാരണം അവർ രക്ഷപ്പെടും, സംശയമൊന്നും വേണ്ട. എത്രയോ അനുഭവങ്ങൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ടബിളാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് കറക്റ്റായിരിക്കും. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശനി മണ്ഡലത്തിലേക്ക് വിധിരേഖ പ്രവേശിക്കുന്നു. ആ വിധിരേഖ രണ്ട് കവട്ടയായിട്ട്, രണ്ട് ശാഖയായിട്ട് കാണുന്നുണ്ടെങ്കിലും വളരെ റിച്ച് ആകാനുള്ള യോഗമാണ്, വളരെ റിച്ച് ആകാനുള്ള യോഗം തന്നെയാണ്. ആ വ്യക്തി എത്ര കഷ്ടതയിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ എത്ര കഷ്ടത അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മധ്യവയസ്സിന് ശേഷം തൊട്ട് ജീവിത അന്ത്യം വരെ ശനി വളരെ വലിയ സാമ്പത്തിക അനുഭവങ്ങൾ, വളരെ റിച്ചായിട്ടുള്ള ലൈഫ് നൽകും. ഒരു സംശയം വേണ്ട. ശനി നൽകിയാൽ മാനസിക സന്തോഷം നൽകും, ശനി അനുഗ്രഹിച്ചാൽ മാനസിക സന്തോഷം നൽകും, സാമ്പത്തികം നൽകും, ആത്മീയമായ അനുഗ്രഹങ്ങൾ നൽകും, എല്ലാ തരത്തിലും സന്തോഷവാനായിരിക്കും. അധികാരം വരെ ചിലപ്പോൾ നൽകും. മനസ്സിലാവുന്നുണ്ടോ? ശനി നല്ല രീതിയിലൊക്കെ നിൽക്കുന്നവർക്ക് ദേശങ്ങളുടെയും ഗ്രാമങ്ങളുടെയും അല്ലെങ്കിൽ ഒക്കെ വലിയ അധികാരങ്ങൾ വരെ വരാം. ശനി കൊടുത്തതാ ഏറ്റവും ഉയർന്ന ടോപ്പിൽ വരാം. അപ്പം ശനി അങ്ങനെ നല്ലത് കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശനി ദശാൽ കണ്ടക ശനി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പല പ്രതിസന്ധികളും മനസ്സിൽ കടന്നു വരുന്നെങ്കിൽ, ചില പ്രതിസന്ധികൾ കൊടുക്കുമെങ്കിൽ പോലും വളരെ റിച്ചായിട്ടുള്ള സാമ്പത്തിക അനുഭവങ്ങൾ ഉയർന്ന നിലയിൽ എത്തിക്കാനും ശനിക്ക് സാധിക്കും എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ശനി അറിയുമ്പോഴാണ് അത് പൂർണ്ണതയാകുന്നത്. അപ്പോൾ ഈ ശനിമണ്ഡലം എന്ന് പറയുന്ന കൈരേഖയിലെ ശനിമണ്ഡലം വളരെ 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 കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ് ശനിമണ്ഡലത്തിൽ. അപ്പം ഇതെല്ലാം നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.